എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പേജ് നമ്പർ 38 സി. ഓക്കെ, റീഡ് ദിസ് കോൺവെർസേഷൻ ബിറ്റ്വീൻ ജർമ്മൻ ഓഫീസർ ആൻഡ് ദ പിയാനിസ്റ്റ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് റീഡ് ദിസ് കോൺവെർസേഷൻ, സംഭാഷണം, ബിറ്റ്വീൻ തമ്മിൽ, ദ ജർമ്മൻ ഓഫീസറും ആൻഡ് ദ പിയാനിസ്റ്റും തമ്മിലുള്ളത്. ഓഫീസർ, യു ഷുഡ് ബി കെയർഫുൾ, അതായത് നീ ശ്രദ്ധയുള്ളവനായിരിക്കണം. സ്റ്റേ ഇൻ ദ ലോഫ്റ്റ്, അതായത് നീ തട്ടിൻപുറത്ത് തന്നെ നിൽക്കണം. ആസ് ലോങ് ആസ് യു ക്യാൻ, എത്ര നാൾ നിനക്ക് നിൽക്കാൻ പറ്റുമോ അത്രയും നാള്. പിയാനിസ്റ്റ്, യെസ് സാർ, ശരി സാറേ. ബട്ട് ഐ വുഡ് ലൈക്ക് ടു നോ വൈ യു ആർ സോ കൈൻഡ് ടു മീ. പക്ഷേ ഐ വുഡ് ലൈക്ക് ടു നോ, ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു. ലൈക്ക് ടു നോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗ്രഹിക്കുന്നു, അറിയുവാൻ. ലൈക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വുഡ് ലൈക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു. നോ, അറിയുവാൻ. വൈ, എന്തുകൊണ്ടാണ്. യു ആർ സോ കൈൻഡ് ടു മീ, നിങ്ങൾ എന്നോട് വളരെ ദയയുള്ളവനായിരിക്കുന്നത്. ഓഫീസർ പറയുകയാണ്, ഓഫീസർ, ഐ ഫീൽ ഔട്ട് ടു ഹാവ് ഹെൽപ്ഡ് മോർ പീപ്പിൾ, അതായത് എനിക്ക് കുറെ കൂടി കൂടുതൽ ആളുകളെ സഹായിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് തോന്നുന്നു. ഐ ഫീൽ, എനിക്ക് തോന്നുന്നു. ഔട്ട് ടു ഹാവ് ഹെൽപ്ഡ്, അതായത് മോർ പീപ്പിൾ, കുറെ കൂടി ആളുകളെ എന്താണ് സഹായിക്കുവാൻ പറ്റിയിരുന്നെങ്കിൽ. ഇറ്റ് വുഡ് ഹാവ് ബീൻ മെയ്ഡ് എ ഗ്രേറ്റ് ഡിഫറൻസ്, ഇത് ഒരു വലിയ വ്യത്യാസം ഉണ്ടാക്കിയനെ. ഇറ്റ് വുഡ് ഹാവ് ബീൻ, ഇത് മെയ്ഡ് ഉണ്ടാക്കുമായിരുന്നു, ഗ്രേറ്റ് ഡിഫറൻസ്, വലിയ വ്യത്യാസം. പിയാനിസ്റ്റ്, യു മെ നോട്ട് തിങ്ക് സോ, ബട്ട് യു ആർ ഡൂയിങ് ഇറ്റ് നൗ സാർ. യു മെ നോട്ട് തിങ്ക് സോ, നിങ്ങൾ അത് ചിന്തിക്കുന്നില്ലായിരിക്കും. നീ, മെ നോട്ട് തിങ്ക്, ചിന്തിക്കുന്നില്ലായിരിക്കും. സോ, അങ്ങനെ. ബട്ട്, ഉറപ്പായും. യു ആർ ഡൂയിങ് ഇറ്റ് നൗ സാർ, നിങ്ങൾ ഡൂയിങ് ഇറ്റ്, ചെയ്യുന്നു. ഇറ്റ്, അത്. നൗ സാർ, ഇപ്പോൾ. ഓഫീസർ, യെസ് ഐ അണ്ടർസ്റ്റാൻഡ്, ശരിയാണ്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ബട്ട് ഐ സ്റ്റിൽ തിങ്ക്, പക്ഷെ ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നു. യു ഷുഡ് ലീവ് വാർസോ ആസ് സൂൺ ആസ് പോസിബിൾ, നീ വാർസോയിൽ നിന്ന് പോകണം. യു ഷുഡ് ലീവ്, നീ ഉറപ്പായും പോകണം വാർസോ. ആസ് സൂൺ ആസ് പോസിബിൾ, എത്ര പെട്ടെന്ന് പോകാവോ അത്രയും പെട്ടെന്ന് എന്നുള്ളതാണ് ആസ് സൂൺ ആസ് പോസിബിൾ. എത്ര പെട്ടെന്ന് സാധ്യമാകുന്നുവോ അത്രയും പെട്ടെന്ന് എന്നുള്ള അർത്ഥമാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആസ് സൂൺ ആസ്, ഓക്കെ. പോസിബിൾ എന്ന് വെച്ചാൽ സാധ്യമാവുക. ഓക്കെ. പിയാനിസ്റ്റ്, ഐ വുഡ്, ഞാൻ പോകാം. ഇഫ് ഐ ഗെറ്റ് എ ചാൻസ്, എനിക്കൊരു അവസരം കിട്ടുകയാണെങ്കിൽ. ഗെറ്റ് എ ചാൻസ്, ഒരു അവസരം. ബട്ട് ഫോർ ദ മൊമെന്റ്, പക്ഷെ ഈ മൊമെന്റിൽ, ഈ നിമിഷത്തിൽ, ഐ മസ്റ്റ് ഹൈഡ്, ഞാൻ ഒളിച്ചിരിക്കണം. ഓഫീസർ, ഐ വിൽ ട്രൈ ടു ഫൈൻഡ് യു വേ ഔട്ട്. ഐ വിൽ, ഞാൻ. ട്രൈ ടു ഫൈൻഡ് യു, ഞാൻ വഴി കണ്ടെത്താം. എ വേ ഔട്ട്, പുറത്തേക്കുള്ള ഒരു വഴി ഞാൻ നിനക്ക് വേണ്ടി കണ്ടെത്താം. ഐ വിൽ, ഞാൻ. ട്രൈ, പരിശ്രമിക്കാം. ടു ഫൈൻഡ്, കണ്ടെത്തുവാനായിട്ട്. യു, എ വേ ഔട്ട്, യു, നിനക്ക്. എ വേ ഔട്ട്, പുറത്തേക്കുള്ള വഴി. യു മസ്റ്റ് ട്രസ്റ്റ് മീ, നീ എന്നെ ട്രസ്റ്റ് ചെയ്യണം. അതായത് നീ, യു മസ്റ്റ്, ഉറപ്പായും, ട്രസ്റ്റ് മീ, വിശ്വസിക്കണം. ഡു യു ഹിയർ, നീ കേൾക്കുന്നുണ്ടോ. ഡു യു ഹിയർ, നീ കേൾക്കുന്നുണ്ടോ. പിയാനിസ്റ്റ്, കുഡ് യു ഗെറ്റ് മീ സംതിങ് ടു ഈറ്റ്. പിയാനിസ്റ്റ് ചോദിക്കുക, കുഡ് യു, താങ്കൾക്ക് കഴിയുമോ. ഗെറ്റ് മീ, കൊണ്ടുവരാനായിട്ട്. സംതിങ് ടു ഈറ്റ്, ഭക്ഷിക്കുവാൻ എന്തെങ്കിലും. ഓഫീസർ, ഐ വിൽ സർട്ടൺലി, ഐ വിൽ, ഞാൻ ചെയ്യാം. സർട്ടൺലി, ഉറപ്പായും. യു മസ്റ്റ് സ്റ്റേ ഇൻ ദ ലോഫ്റ്റ് അണ്ടിൽ ഐ കം, നീ ലോഫ്റ്റിൽ തന്നെ നിൽക്കണം. അണ്ടിൽ ഐ കം, ഞാൻ തിരിച്ചു വരുന്നത് വരെ. താങ്ക് യു ഓഫീസർ, ഓഫീസറെ നന്ദി. ഓക്കെ. യു ആർ വെൽക്കം. സ്റ്റേ സേഫ്, അതായത് സുരക്ഷിതനായിട്ട് നിൽക്കുക. ഓക്കെ. നൗ പിക്ക് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ കോൺവെർസേഷൻ എബവ് ദാറ്റ് ഡിനോട്ട് ദ ഫോളോയിങ് ഫങ്ഷൻ. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, മുകളിൽ തന്നിരിക്കുന്ന ആ കോൺവെർസേഷനിൽ നിന്നും താഴെ പറഞ്ഞിരിക്കുന്ന ഫങ്ഷൻ നടത്തുന്ന ആ സ്റ്റേറ്റ്മെന്റുകൾ നമ്മളോട് പിക്ക് ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ പെറുക്കിയെടുക്കുക, അല്ലെങ്കിൽ കാണിച്ചു തരിക എന്നുള്ളതാണ്. ഓക്കെ. ഒന്നാമതായിട്ട് അഡ്വൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപദേശം, അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ, അതായത് ഒരു സജഷൻ കൊടുക്കുന്ന. അതിന് ഏത് വാക്കാണ്. യു ഷുഡ് ബി കെയർഫുൾ, അതൊരു അഡ്വൈസ് ആയിട്ട് പറയാം, അല്ലെങ്കിൽ ഒരു റെക്കമെൻഡേഷൻ ആയിട്ട് പറയാം. ആ മുകളിലെ സെന്റൻസുകളിൽ നിന്ന് നമുക്ക് എടുക്കാവുന്നതാണ്. പെർമിഷൻ, അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു അനുവാദം കൊടുക്കുന്നു, അല്ലെങ്കിൽ പോസിബിലിറ്റി, ഒരു സാധ്യതയെക്കുറിച്ച് പറയുന്നു. യു മെ നോട്ട് തിങ്ക് സോ, നിങ്ങൾ അത് ചിന്തിക്കില്ലായിരിക്കും. ബട്ട് യു ആർ ഡൂയിങ് ഇറ്റ് നൗ സാർ, പക്ഷെ നിങ്ങൾ അതാണ് ചെയ്യുന്നത് സാറേ. അതായത് ഒരു പോസിബിലിറ്റിയാണ്. അപ്പൊ നിങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ആ പയ്യൻ പറയുന്നത്. ഒരു സാധ്യതയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
മോറൽ ഒബ്ലിഗേഷൻ, അതായത് സാൻമാർഗികമായിട്ട് ഒരാൾ ചെയ്യേണ്ട ഉത്തരവാദിത്തം. ഓക്കെ, മോറൽ ഒബ്ലിഗേഷൻ. ആ ഒബ്ലിഗേഷൻ പറയാണ്, ഐ ഫീൽ, എനിക്ക് തോന്നുന്നു, ഐ ഔട്ട് ടു ഹാവ് ഹെൽപ്ഡ് മോർ പീപ്പിൾ, ഞാൻ കൂടുതൽ ആളുകളെ സഹായിച്ചിരുന്നെങ്കിൽ എന്ന്. ഇനി ഇന്റൻഷൻ അല്ലെങ്കിൽ ഫ്യൂച്ചർ ആക്ഷൻ, അതായത് ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഭാവിക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യം. ഐ വിൽ ട്രൈ ടു ഫൈൻഡ് യു എ വേ ഔട്ട്, അതായത് ഞാൻ നിനക്ക് പോകുവാനായിട്ടുള്ള ഒരു വഴി അല്ലെങ്കിൽ ഇവിടെ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഒരു വഴി കണ്ടെത്താം. വേ ഔട്ട്, ഇവിടെ നിന്ന് പുറത്തിറങ്ങാനുള്ള ഒരു വഴി കണ്ടെത്താം. ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ ഉത്തരവാദിത്തം അല്ലെങ്കിൽ അത്യാവശ്യം ആയിട്ട് ചെയ്യുവാനുള്ള ഒരു കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഡ്യൂട്ടി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് അല്ലെങ്കിൽ അത്യാവശ്യമായിട്ട് ചെയ്യാനുള്ളതിനെ കുറിച്ച് പറയുകയാണ്. യു മസ്റ്റ് ട്രസ്റ്റ് മീ, നീ ഉറപ്പായും എന്നെ ട്രസ്റ്റ് ചെയ്യണം. ഡു യു ഹിയർ, നീ കേൾക്കുന്നുണ്ടോ? അതായത് നീ എന്നെ ഉറപ്പായും ട്രസ്റ്റ് ചെയ്യണം, അത് നിന്റെ ഒരു ഉത്തരവാദിത്തമാണ്. നീ എന്നെ വിശ്വസിക്കുക എന്നുള്ളത്. ട്രസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വസിക്കുക. ഓക്കെ, ഡു യു ഹിയർ, നീ കേൾക്കുന്നുണ്ടോ? എബിലിറ്റി അല്ലെങ്കിൽ കഴിവ്. കുഡ് യു ഗെറ്റ് മീ സംതിങ് ടു ഈറ്റ്, നിങ്ങൾക്ക് എന്തെങ്കിലും എനിക്ക് കഴിക്കുവാൻ വേണ്ടി കിട്ടാൻ സാധ്യതയുണ്ടോ, കൊണ്ടുവരാൻ പറ്റുമോ? ഓക്കെ, അതായത് അവനോട് ചോദിക്കുകയാണ്, എനിക്ക് ഇച്ചിരി ഭക്ഷണം തരാവോ എന്നുള്ള അർത്ഥത്തിലാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഭാഗം മനസ്സിലാകുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് പോവുകയാണ്.